ഹായ്, ഹലോ. ഇത് നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് നമ്മളെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയെ കുറിച്ച്. അതായത് നമ്മളെ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെമ്മറി എന്ന് പറഞ്ഞാൽ ഈ സംഭവത്തിന് നമ്മൾ മെമ്മറി എന്ന് പറയാം. ദാറ്റ് ഈസ് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഡാറ്റകൾ താൽക്കാലികമായി സ്റ്റോർ ചെയ്യാനുള്ള ഒരു പോർഷനാണ് എന്ത് കമ്പ്യൂട്ടർ മെമ്മറി. അപ്പോൾ അതിന്റെ എക്സ്പാൻഷൻ നമ്മളിവിടെ എഴുതുന്നുണ്ട്, റാം എന്നാണ് പറയാം. കമ്പ്യൂട്ടർ പ്രൈമറി മെമ്മറി റാം. ഓക്കെ, അതിന് റാൻഡം ആക്സസ് മെമ്മറി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഫംഗ്ഷൻ കമ്പ്യൂട്ടറിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെമ്മറിയിലാണ് നമ്മൾ വെനെവർ യുവർ കമ്പ്യൂട്ടർ ഈസ് വർക്കിംഗ്, നിങ്ങൾ കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എപ്പോഴാണ് അപ്പോഴൊക്കെ നമ്മുടെ കമ്പ്യൂട്ടറിലെ ഡാറ്റ റൺ ആവുന്നത് ഈ റാമിൽ നിന്നാണ്. അതായത് താൽക്കാലികമായി നമ്മുടെ കമ്പ്യൂട്ടർ ഓണായി വർക്ക് ചെയ്യുന്ന സമയത്ത് ആ സമയത്ത് കമ്പ്യൂട്ടറിലെ ഡാറ്റകൾ റൺ ആവുന്നത് അല്ലെങ്കിൽ വിൻഡോസ് സോഫ്റ്റ്വെയർ ഒക്കെ റൺ ആവുന്നത് ഈ കമ്പ്യൂട്ടർ മെമ്മറിയിൽ നിന്നാണ്. പക്ഷെ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് ഡാറ്റ വരാൻ കഴിയില്ല, ഹാർഡ് ഡിസ്കിലോട്ട് പോകും. അപ്പോൾ പ്രൈമറി മെമ്മറി ഓഫ് ദ കമ്പ്യൂട്ടർ റാം ആണ്. അതിന്റെ ഫംഗ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി മെമ്മറി ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. താൽക്കാലികമായിട്ട് ഡാറ്റകളെ സ്റ്റോർ ചെയ്യാനുള്ള മെമ്മറിയാണ് റാം. ഇന്ന് നമുക്ക് ഇതിന്റെ മാർക്കറ്റിൽ ഇതിന്റെ DDR5 വരെ അവൈലബിൾ ആണ്. ഇതിന്റെ കാറ്റഗറി DDR1, 2, 3, 4, 5 എന്നൊക്കെ ഉണ്ട്. പുതിയ ലാപ്ടോപ്പ് സിസ്റ്റം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് DDR5 എന്ന് പറഞ്ഞ കാറ്റഗറിയിലെ മെമ്മറിയാണ് അവൈലബിൾ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ക്ലാസ്.